ദേശീയ അന്വേഷണ ഏജൻസി അഥവാ NIA ഏറെക്കാലമായി തേടി നടന്ന ഒരു ഭീകരൻ പിടിയിലായി. കൊച്ചിയിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് ഇന്നലെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മലപ്പുറം വളാഞ്ചേരി സ്വദേശി പി മൊയ്തീൻകുട്ടിയാണ് അറസ്റ്റിലായത്. ഏറെക്കാലമായി ഇയാൾ വിദേശത്ത് ഒളിവിലായിരുന്നു. എന്നാൽ പാസ്പോർട്ട് സംബന്ധമായ ചില പ്രശ്നങ്ങൾ നിമിത്തം ഇയാൾക്ക് അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെ അവിടെ നിന്ന് വിമാനം കയറി കൊച്ചിയിലെത്തിയപ്പോൾ നേരത്തെ തന്നെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ വിമാനത്താവളത്തിൽ വച്ച് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് NIAക്ക് കൈമാറുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും മൊയ്തീൻകുട്ടിയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആരാണ് ഈ മൊയ്തീൻകുട്ടി? എന്തിനാണ് മൊയ്തീൻകുട്ടിയെ NIA ഇങ്ങനെ ഏറെക്കാലമായി അന്വേഷിച്ച് നടന്നത്? വളരെ കൗതുകം തോന്നുമെങ്കിലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് മൊയ്തീൻകുട്ടിയെക്കുറിച്ച് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു കോർഡിനേറ്റർ, വെറും കോർഡിനേറ്റർ അല്ല, ആളെ കൊല്ലാൻ വേണ്ടുന്ന കൊട്ടേഷൻ ടീമുകളെ പരിശീലിപ്പിക്കുകയും ആ പരിശീലനം ലഭിച്ച കൊട്ടേഷൻ ടീമുകളെ കൊണ്ട് കൃത്യമായി തങ്ങളുടെ ടാർഗറ്റിനെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ഒരു പദ്ധതിയുടെ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആക്ഷൻ പ്ലാനിൻ്റെ നടത്തിപ്പുകാരനാണ് ഈ മൊയ്തീൻകുട്ടി. അക്ഷരാർത്ഥത്തിൽ ഇയാൾ ഒരു ഭീകരനാണ് എന്ന് തന്നെ പറയാം. ഈ മൊയ്തീൻകുട്ടി മലപ്പുറത്ത് വളാഞ്ചേരിയിൽ ആക്രിക്കട നടത്തുന്ന ആളാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചു കഴിഞ്ഞ് ഈ മൊയ്തീൻകുട്ടിയെ പോലെയുള്ള ആൾക്കാരെ NIA അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ ഇയാൾ ഒളിവിൽ പോയി. ഒളിവിലിരുന്നു കൊണ്ട്, സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒളിവിലിരുന്നു കൊണ്ട് ഇയാൾ തൻ്റെ പ്രവൃത്തി തുടർന്നു. ഇയാളടക്കം മറ്റ് 6 പേർക്കെതിരെ ഇതുപോലെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ വളാഞ്ചേരി സ്വദേശി മൊയ്തീൻകുട്ടി ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയെ നിരോധിച്ച സമയത്ത് രജിസ്റ്റർ ചെയ്ത കേസിലെ 70-ാം പ്രതിയാണ്. മാത്രമല്ല, മൂവാറ്റുപുഴയിൽ നമ്മുടെ ജോസഫ് എന്ന അധ്യാപകൻ്റെ കൈവെട്ടിയ കേസിലും ഇയാൾ പ്രതിയാണ്. മതമൗലികവാദികൾ എന്തിനാണ് ജോസഫിൻ്റെ കൈവെട്ടിയതെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഒരു ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്ന പേര് കടന്നുകൂടിയതിന് തുടർന്നാണ് ഇസ്ലാമിക ശരീഅത്ത് നിയമപ്രകാരം അവരുടെ ഈ ദാറുൽ ഖദ എന്ന കോടതി കൂടി അവിടെ ഈ കേസ് പരിഗണിച്ച് ജോസഫിൻ്റെ കൈവെട്ടാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തീരുമാനിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തു. ആ കേസിൽ പിടികിട്ടാനുള്ള ഒരു പുള്ളിയായിരുന്നു മൊയ്തീൻകുട്ടി പി. ഇത് മാത്രമല്ല, ഇയാളുടെ തലയ്ക്ക് NIA 7 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരുന്നു. ഈ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന 6 പേരിൽ ഒരാളാണ് മൊയ്തീൻകുട്ടി. ഈ 6 പേർക്കെതിരെയും ഇതുപോലെ 3 ലക്ഷം മുതൽ 7 ലക്ഷം രൂപ വരെ പാരിതോഷികം NIA പ്രഖ്യാപിച്ചിരുന്നു. ഇവരെ കണ്ടെത്തുകയോ കണ്ടെത്താൻ സഹായിക്കുന്ന വിവരങ്ങൾ കൈമാറുകയോ ചെയ്യുന്നവർക്ക് ആണ് ഈ പാരിതോഷികം ലഭിക്കുക. ഇനി ഈ മൊയ്തീൻകുട്ടി സമീപകാല സംഭവങ്ങളിൽ ഏതിലെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. പാലക്കാട് ശ്രീനിവാസൻ എന്നൊരു RSS നേതാവ് കൊല്ലപ്പെട്ടു. മുൻ പ്രചാരകനായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ കടയിൽ കയറി ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർ വെട്ടിക്കൊല്ലുകയായിരുന്നു. പാലക്കാട് സഞ്ജിത്ത് എന്ന ഒരു യുവാവിനെ പോപ്പുലർ ഫ്രണ്ടുകാർ ഇതുപോലെ തൻ്റെ ഭാര്യയെ രാവിലെ ഓഫീസിൽ കൊണ്ടുവിടാൻ പോയ വഴിക്ക് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന സഞ്ജിത്തിനെ കാറിലെത്തിയ പോപ്പുലർ ഫ്രണ്ട് സംഘം ഇടിച്ചു വീഴ്ത്തുകയും അവിടെ വെച്ച് വെട്ടിക്കൊല്ലുകയുമായിരുന്നു. അതിന് പ്രതികാരമായിട്ട് സഞ്ജിത്തിൻ്റെ സുഹൃത്തുക്കൾ, RSSകാർ കൂടിയായ സുഹൃത്തുക്കൾ ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനെ കൊലപ്പെടുത്തി. പിന്നീട്, അതായത് ഈ സംഭവം നടന്ന് ഏതാനും നാളുകൾ കഴിഞ്ഞ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനെ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സഞ്ജിത്ത് കൊലക്കേസിൽ ഉൾപ്പെട്ട ഒരാളെ സഞ്ജിത്തിൻ്റെ സുഹൃത്തുക്കൾ കൊലപ്പെടുത്തുകയായിരുന്നു. അതിന് പ്രതികാരമെന്നോണം 24 മണിക്കൂറിനുള്ളിൽ
പോപ്പുലർ ഫ്രണ്ടുകാർ നടത്തിയ കൊലപാതകമാണ് ശ്രീനിവാസൻ്റേത്. ഈ കേസിൽ ഉൾപ്പെടെ ഈ 6 പേർ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ഈ 6 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു NIA. അതിൽ പട്ടാമ്പി സ്വദേശി അബ്ദുൾ റഷീദ്, പറവൂർ സ്വദേശി മുഹമ്മദ് മൻസൂർ, ആലങ്ങാട് സ്വദേശി മുഹമ്മദ് യാസർ അറാഫത്ത്, അതുപോലെ ഇടവനക്കാട് സ്വദേശി അയൂബ് TA എന്നിവർ ഇനിയും പിടിയിലാകാനുണ്ട്. ഈ കൂട്ടത്തിൽ ഒരാളായിരുന്നു മൊയ്തീൻകുട്ടി. മൊയ്തീൻകുട്ടി നിസ്സാരക്കാരനല്ല. വലിയ രീതിയിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഉന്നതതല നേതാക്കളുമായിട്ട് ബന്ധം, അതുപോലെ തന്നെ 2047 ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കുക എന്ന അജണ്ടയോടുകൂടി വലിയ രീതിയിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഒരു സംഘത്തിലെ അംഗം കൂടിയാണ് മൊയ്തീൻകുട്ടി എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും നെടുമ്പാശ്ശേരിയിലെത്തിയ ഈ മൊയ്തീൻകുട്ടിയെ അറസ്റ്റ് ചെയ്യുകയും NIAക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇയാൾ റിമാൻഡിലാണ്. NIA ഇനി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഇയാളിൽ നിന്ന് വിലപ്പെട്ട നിരവധി തെളിവുകൾ, വിവരങ്ങൾ ഒക്കെ കിട്ടാനുണ്ട് എന്നാണ് NIA പറയുന്നത്. മൊയ്തീൻകുട്ടി ഒരു നിസ്സാരക്കാരനല്ല. കേരളത്തിന് പുറത്ത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കില്ലർ സ്ക്വാഡുകളെ വളർത്താൻ വേണ്ടിയിട്ടുള്ള പരിശീലനം നൽകിയ വ്യക്തി കൂടിയായിരുന്നു മൊയ്തീൻകുട്ടി. അതായത് ബൈക്ക് ഓടിച്ചു കൊണ്ടുപോയി ഓടുന്ന നായെ തലയ്ക്ക് വെട്ടുക, അതുപോലെ തന്നെ മുഖം മൊത്തം മൂടിക്കെട്ടിയിട്ട് വാഴയ്ക്ക് വെട്ടുക, ഇങ്ങനെ ഈ നിരന്തരം അതിപൈശാചികമായ രീതിയിൽ കൊലപാതകം നടത്താൻ വേണ്ടുന്ന പരിശീലനം അത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു കൊടും ഭീകരനാണ് ഈ മൊയ്തീൻകുട്ടി എന്ന് NIA വൃത്തങ്ങൾ പറയുന്നു. അങ്ങനെയൊക്കെ ഒരു പരിശീലനം നൽകുന്ന കോർഡിനേറ്റർ കൂടിയായ മൊയ്തീൻകുട്ടിയുടെ അറസ്റ്റ് തീർച്ചയായും NIAക്ക് വലിയ അളവിൽ അനുഗ്രഹമാണ്. ഈ നമ്മുടെ ശ്രീനിവാസൻ കൊലക്കേസിൽ മാത്രമല്ല, മറ്റ് നിരവധി കേസുകളിൽ മൊയ്തീൻകുട്ടിയുടെ പങ്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല അതിലൊക്കെ ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ പങ്കെടുത്തതെന്നും എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തതെന്നും എങ്ങനെയൊക്കെയാണ് അത് നടപ്പാക്കിയതെന്നും ഒക്കെയുള്ള വിവരങ്ങൾ ഏറ്റവും കൃത്യമായി പറയാൻ കഴിയുന്ന ആളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ NIA സംബന്ധിച്ചിടത്തോളം ഇത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചതിൻ്റെ ഭാഗമായി നടക്കുന്ന കേസിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഈ പറഞ്ഞതുപോലെ മൊയ്തീൻകുട്ടിക്ക് ഇനി എന്തൊക്കെയാണ് പറയാനുള്ളത്, അതിൽ നിന്ന് NIAക്ക് എന്തൊക്കെയാണ് ഇനി കണ്ടെത്താനുള്ളത് എന്ന ഒരു കാര്യമാണ് ഇനി പുറത്തു വരേണ്ടത്. അത് താമസം വിന അതേക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിക്കുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും ഈ അറസ്റ്റ്, നിർണായകമായ അറസ്റ്റ് NIA സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നേട്ടം തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനം അടുത്ത കാലത്തെങ്ങും നീങ്ങില്ല എന്ന് വ്യക്തമാണ്. സിമിയെപ്പോലെ തന്നെ അത് അനന്തകാലത്തേക്ക് നീളും എന്നാണ് ഈ അറസ്റ്റ് വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.